ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രകാരം പാക്കറ്റിലുള്ള അട എങ്ങനെയാണ് വളരെ നന്നായിട്ട് ഉള്ള പാലട ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഓണാഘോഷമായിരുന്നു ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ. അപ്പോൾ എനിക്ക് ഉണ്ടാക്കാനുണ്ടായിരുന്നത് 2 പായസങ്ങളാണ്, അതായത് ചക്കപ്രഥമനും പാലടയും. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ രീതിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വരൂ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണാം. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ്, 4 പാക്കറ്റ് അടയാണ് എടുത്തിരിക്കുന്നത്. അട ഇതുപോലെ ഒരു വലിയ പാത്രത്തിൽ ആക്കി വയ്ക്കുക. എന്നിട്ട് വെള്ളം നല്ലോണം തിളപ്പിക്കുന്നു. നല്ല തിളച്ച വെള്ളമായിരിക്കണം. ആ തിളച്ച വെള്ളത്തിന് ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റ്, ഒരു 15 to 20 മിനിറ്റ് ഇതിവിടെ കിടക്കണം. ഇതിൽ തന്നെ ഈ തിളച്ച വെള്ളത്തിൽ ഒന്നും ചെയ്യേണ്ട. ഫസ്റ്റ് പ്രോസസ്സ്. സ്റ്റെപ്പ് 2, 15 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന കംപ്ലീറ്റ് വെള്ളം അത് അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. ആ അബ്സോർബ് ചെയ്ത് അട നല്ലപോലെ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് 3 പ്രാവശ്യം പച്ചവെള്ളത്തിൽ കഴുകാം. പച്ചവെള്ളത്തിൽ നല്ലപോലെ കഴുകിയാൽ മാത്രമേ സ്റ്റാർച്ച് കംപ്ലീറ്റ് ആയിട്ട് പോവുള്ളൂ. ഇതാണ് സ്റ്റെപ്പ് 3. ഇങ്ങനെ കൈയിട്ട് നല്ലപോലെ പാല് പോലെ വരും. ഇത് മുഴുവൻ പോണം. ഇത്രയും പാല് പോലെയാണ് ഫസ്റ്റ് ഉണ്ടാവുക. ഇതിനെ ഒരു അരിപ്പയിലേക്ക് ആക്കിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് അരിച്ചെടുക്കുക. അരിപ്പയിലാക്കിയിട്ട് നല്ലപോലെ വാഷ് ചെയ്തെടുക്കുക. 15 മിനിറ്റ് മാത്രം വെച്ചാൽ അട ഉടയില്ല. നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. എനിക്ക് 2 പാത്രത്തിലാക്കിയിട്ടാണ് ഞാൻ ചെയ്യാൻ പോണത്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 8 ലിറ്റർ പാലടയാണ് ഉണ്ടാക്കേണ്ടത് എനിക്ക്. അപ്പോൾ 2 രീതിയിൽ ഞാൻ ഡിവൈഡ് ചെയ്യും. ഒരുപാട് കൂട്ടത്തോട് കൂടിയിട്ട് ഇടണ്ട. അപ്പോൾ കുറച്ചേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഓക്കെ, കുറച്ചേ ഉള്ളൂ എന്നുണ്ടെങ്കിലും വലിയ പാത്രം എടുക്കാൻ നോക്കുക. എന്നിട്ട് വിസ്താരമുള്ള പാത്രത്തിൽ ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ കുക്കറിലും ഈ പാത്രത്തിലുമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം തന്നെ നമ്മൾ 1 സ്പൂൺ നെയ്യിട്ട് കൊടുക്കും. കുക്കറിലും ഇതേമാതിരി 1 സ്പൂൺ നെയ്യിട്ട് കൊടുക്കുക. എന്നിട്ട് അടയിട്ട് കൊടുക്കും. കഴുകി പച്ചവെള്ളത്തിൽ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അട. സിംഗിൾ ക്വാണ്ടിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ, എനിക്ക് ഡബിൾ ക്വാണ്ടിറ്റിയാണ്, അതുകൊണ്ട് ഞാൻ മറ്റേതിലേക്കും കൂടി ആക്കും. കൈപ്പാങ്ങോട് കൂടിയിട്ട് ഇളക്കാൻ കിട്ടണം, അതാണ് വേണ്ടത്. അതിനാണ് വലിയ പാത്രങ്ങൾ എടുക്കുമെന്ന് പറയണത്. കുക്കർ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ട്രിപ്പ് അതിലേക്ക് ഇടാം. ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഡബിൾ ക്രീമാണ്. നിങ്ങൾക്ക് കട്ടിയുള്ള ഏത് പാല് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. 2 ലിറ്ററാണ് ഇതിനിപ്പോൾ വേണ്ടത് എനിക്ക്. 2 ലിറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാല് ചൂടാവുന്നതിന് മുമ്പ് അട നെയ്യിൽ കിടന്ന് ആയതുകൊണ്ട് ഒന്നോടൊന്ന് തൊടില്ല. ഇനിയിപ്പോൾ അഥവാ കട്ട തോന്നിക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ഉടച്ചു കൊടുക്കാം. അഥവാ കട്ടയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഓക്കെ. ഈ 2 ഇളക്കണ കയ്യിലുകളും ഈ കയ്യിലും മറ്റേ കയ്യിലും വെക്കാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു പാത്രം വെക്കുക. ഇതിൽ മാത്രമേ വെക്കാവൂ, വേറെ എവിടെയും വെക്കരുത്, ഇല്ലെങ്കിൽ പാല് പിരിയും. അപ്പോൾ ആ കയ്യിലും ഈ കയ്യിലും ഇതിലാണ് ഞാൻ വെക്കാൻ പോണത്. അപ്പോൾ ഇതുപോലെ കട്ടിപ്പാലിൽ കിടന്ന് തിളയ്ക്കണം. ഇതിപ്പോൾ തിളച്ച് തുടങ്ങി. അത് കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ട് തിളയ്ക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഫുൾ ക്രീം പാല്, മറ്റേത് ഡബിൾ ക്രീം ആയിരുന്നു, ഇപ്പോൾ ഫുൾ ക്രീം പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ബാക്കിയുണ്ട് ഇതിൽ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇതിൽ കിടന്നിട്ട് തിളക്കട്ടെ. അപ്പോൾ ഇത്രയും അയവ് വേണം. അടയൊക്കെ അതിൽ കിടന്ന് ഭയങ്കര തിക്കാവരുത്. നമ്മളിങ്ങനെ കുറുക്കിയിട്ടാണ് തിക്കാക്കാൻ പോകുന്നത്. ഇനി ഇതിൽ കിടന്ന് നന്നായിട്ടിത്
തിളയ്ക്കണം കേട്ടോ. ഇതിലേക്ക് ഞാൻ ഫുൾ ക്രീം പാൽ ഒഴിച്ചു കൊടുത്തു. ഇനി അപ്പറും ഇപ്പറും കൈവിടാതെ അവിടെ ഇവിടെയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു 5 മിനിറ്റ് ഇതിൽ കിടന്ന് നന്നായി ആവാൻ തുടങ്ങി. ഒരു അട എടുത്ത് നന്നായിട്ട് നോക്കുക, വെന്തുവെന്ന് നോക്കുക. വെന്തുവെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഇട്ട് കുറുക്കരുത്, അപ്പോൾ വീണ്ടും അത് കട്ടിയാവാൻ തുടങ്ങും. അപ്പം തന്നെ മധുരം തട്ടിയാൽ ആ കുക്കിംഗ് പ്രോസസ്സ് അവിടെ നിൽക്കും. മിൽക്ക് മെയ്ഡ് നന്നായിട്ട് അതിൽ കൂടെ ചേർന്നുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 കിലോൻ്റെ പാക്കറ്റ് 2 ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഹാഫ് ഇവിടെ ഹാഫ് അവിടെ. പഞ്ചസാര തട്ടുമ്പോൾ നല്ലപോലെ വെള്ളമാവും, അത് സാരമില്ല. എന്നിട്ട് വീണ്ടും അത് കുറുകും. നല്ലപോലെ പഞ്ചസാര അതിലേക്ക് അലിയിക്കുക. ഈ സമയങ്ങളിലൊക്കെ വളരെ സ്ലോയിലായിരിക്കണം തീ കത്തണത്. അടി വരയ്ക്കും ഇളക്കാൻ നോക്കുക. നിങ്ങൾക്ക് ആ പാത്രത്തിൻ്റെ അടിവശം ഫീൽ ചെയ്യണം. ഒന്നുമില്ലെങ്കിൽ നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്തിടാം, ഇല്ലയെന്നുണ്ടെങ്കിൽ എവാപ്പറേറ്റഡ് മിൽക്ക് യൂസ് ചെയ്യാം. ഇതോട് കൂടിയിട്ട് നിങ്ങളുടെ പാലടയുടെ കളർ മാറും. രണ്ടിലും ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇളക്കുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ പാലടയുടെ കളർ നന്നായി മാറും. ഇനിയിപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് കുറുകാൻ വിടാം. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവിടെയും പോണ പോലെ ഇളക്കുക. ഇത്രയും ലൂസായിരിക്കുന്ന പോലെ തോന്നിക്കണ്ടല്ലോ, അത് ആട കിടന്ന് കുറുകും. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിരിക്കുകയാണ്. ഇത്ര ലൂസിൽ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് സീറ്റിംഗ് ആവുള്ളൂ. ആദ്യം തന്നെ കട്ടിക്കായാൽ പിന്നെ ശരിയാവില്ല. മധുരമൊക്കെ കറക്റ്റാണ്. എനിക്ക് ഈ ചുട്ടുക്കനെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കേ, അത് ഓഫ് ചെയ്തു. ഇനി ഇടയ്ക്ക് ആറാൻ വെക്കുമ്പോൾ ഇളക്കി കൊടുക്കുക. ഒരിക്കലും പാട കെട്ടാൻ സമ്മതിക്കരുത്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഗ്യാസ് ഓഫ് ചെയ്താലും. നമ്മുടെ അടപ്രഥമൻ റെഡി ആയിരിക്കുകയാണ്. പാലട പ്രഥമൻ റെഡി ആയിരിക്കുകയാണ്. ഇത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും തന്നെ ഞാൻ ചെയ്യാറില്ല. എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായി. ചക്കപ്രഥമനും സൂപ്പറായിരുന്നു. നിങ്ങൾക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി ചക്കപ്രഥമൻ്റെ റെസിപ്പി. വേണമെങ്കിൽ പറയൂ, വീണ്ടും ഇടാം. വീണ്ടും നമുക്ക് കാണുന്നവരയ്ക്കും ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.